അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇസ്ലാമിൽ ഇൽമ് വളരെ പ്രധാനപ്പെട്ടതാണ്. പക്ഷേ അതുപോലെയോ അതിനേക്കാൾ അധികമോ പ്രധാനപ്പെട്ട ഒന്നാണ് അദബ് എന്നത്. തീർച്ചയായും അൽ അദബ് ഖബ്ലൽ ഇൽമി, അദബ് ഇൽമിന് മുമ്പ് ഉണ്ടാവേണ്ടതാണ് എന്നുകൂടി പറയപ്പെടാറുണ്ട്. ഈ അദബുകളെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പലപ്പോഴും സ്വഹാബിമാരെ ഉത്ബോധിപ്പിക്കാറുണ്ടായിരുന്നു. മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി ഫൽയഖുൽ ഖൈറൻ ഔ ലിയസ്മുത്. ആരെങ്കിലും അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുവെങ്കിൽ അവൻ നല്ലത് പറയട്ടെ, അല്ലെങ്കിൽ അവൻ മിണ്ടാതിരിക്കട്ടെ. അതേപോലെ തന്നെ ഫൽ യുക്രീം ലൈഫഹു, അവൻ തൻ്റെ അതിഥിയെ ആദരിക്കട്ടെ. അതേപോലെ നമുക്കറിയാം അയൽവാസിയെ അവൻ ആദരിക്കട്ടെ എന്നെല്ലാം 3 വിഷയങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദബിൻ്റെ ഭാഗമായി പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽ ഒന്നാമത്തേത് നല്ലത് പറയുക എന്നതാണ്. വാക്കിലുള്ള നന്മയാണ്. വാക്കിലുള്ള നന്മ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മുടെ സംസാരങ്ങൾ ലാ ഖൈറ ഫീ കസീരിൻ മിൻ നജ്വാഹും ഇല്ലാ മൻ അമറ ബിസദഖത്തിൻ ഔ മഅറൂഫിൻ ഔ ഇസ്ലാഹിൻ ബൈനന്നാസ്. അവരുടെ യോഗങ്ങളിൽ, കൂടിയാലോചനകളിൽ യാതൊരു നന്മയുമില്ല എങ്ങനെയായെങ്കിൽ അല്ലാതെ ഇല്ലാമൻ അമറ ബി സ്വതക്കത്തിൻ ഔ മഅറൂഫ്, അത് ഒന്നുകിൽ ഒരു സ്വതക്ക, ആളുകൾക്ക് ഏതെങ്കിലും രൂപത്തിലുള്ള സഹായം നൽകുവാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടുള്ളതായിരിക്കണം, അല്ലെങ്കിൽ ബി മഅറൂഫിൻ, ഏതെങ്കിലും ഒരു സദാചാരം കൽപ്പിക്കുവാൻ വേണ്ടി, നാട്ടിലെ നന്മ അത് പ്രാവർത്തികമാക്കുവാൻ വേണ്ടി ഉള്ളതായിരിക്കണം. ഔ ഇസ്ലാഹിം ബൈനന്നാസ്, ജനങ്ങൾക്കിടയിൽ ഏതെങ്കിലും രൂപത്തിലുള്ള നന്മ അല്ലെങ്കിൽ രഞ്ജിപ്പ്, പിണങ്ങി നിൽക്കുന്നവരെ ഒന്നിപ്പിക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ ആ രൂപത്തിലായിരിക്കണം. അല്ലാത്ത സംസാരങ്ങളിൽ ഒന്നും തന്നെ യാതൊരു നന്മയുമില്ല എന്നാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇതാണ് സംസാരത്തിലെ നന്മ. ഇതില്ലാത്ത സംസാരങ്ങൾ അത് അനാവശ്യ സംസാരങ്ങളായി മാറും. അപ്പോൾ തീർച്ചയായും മനുഷ്യരെ 4 വിഭാഗമാക്കിക്കൊണ്ട് അവിടെ സംസാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ വിഭജിച്ചത് നമുക്ക് കാണാൻ കഴിയും. അതിൽ ഒന്ന് തീർച്ചയായും ഏറ്റവും ഉന്നതമായ സംസാരം, ഹറാമുകൾ ഒട്ടും തന്നെ വന്നു പോകാത്ത രൂപത്തിലുള്ള സംസാരം, അവരാണ് തീർച്ചയായും ഒന്നാമത്തെ വിഭാഗത്തിൽപ്പെടുന്നത്. രണ്ടാമത്തേത് ഹറാമുകളൊന്നും വന്നു പോകുകയില്ല, പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം നേരത്തെ സൂചിപ്പിച്ച 3 വിഷയങ്ങളിലല്ലാത്ത പല അനാവശ്യ സംസാരങ്ങളും അവരിൽ ഉണ്ടായേക്കാം. അവർക്ക് രണ്ടാമത്തെ സ്ഥാനം മാത്രമാണ്. മൂന്നാമത്തെ വിഭാഗം ആളുകൾ എന്ന് പറയുന്നത്, അവർ പറയുന്നത് നന്മയായിരിക്കും, നന്മയുണ്ടായിരിക്കും, പക്ഷേ പലപ്പോഴും ഗീബത്തും നമീമത്തും ഉൾപ്പെടെ പല ഹറാമുകളും അവരുടെ സംസാരത്തിലേക്ക് കടന്നു വരും. അത് വിചാരണയ്ക്ക് വിധേയമാക്കപ്പെടുന്നതുമാണ്. നാലാമതൊരു വിഭാഗം കൂടി ഉള്ളതായി പണ്ഡിതന്മാർ സൂചിപ്പിക്കുന്നുണ്ട്. ചില വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ സംസാരത്തിൽ യാതൊരു നന്മയും ഉണ്ടാവുകയില്ല, തിന്മ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഈ രൂപത്തിൽ ജനങ്ങളെ മുഴുവൻ സംസാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ 4 ആക്കി തിരിച്ചത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഈ രൂപത്തിൽ ഏറ്റവും ഒന്നാമത്തെ ദറജയിലേക്ക് തന്നെ ഉയരാനാണ് നമ്മൾ എപ്പോഴും പരിശ്രമിക്കേണ്ടത്.